നമസ്കാരം. വീണ ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്ന Spinner Pipes, manufacturers of HDPE and PVC pipes. Think irrigation, think spinner. രാഹുൽ ടൈൽസ് ആൻഡ് സാനിറ്ററീസ്, കോവിലകത്തുംപാടം, കേരള ബാങ്കിന് മുൻവശം, തൃശൂർ. വടക്കാഞ്ചേരിയിലെ ബ്യൂട്ടി സിൽക്സിന്റെ ഏറ്റവും വലിയ ഷോറൂമിനൊപ്പം ആഘോഷങ്ങൾ വലുതാവുന്നു. വടക്കാഞ്ചേരിയിലെ ഏറ്റവും വലിയ വെഡിംഗ് സെന്ററായ ബ്യൂട്ടി സിൽക്സിനൊപ്പം ഷോപ്പിംഗ് ആഘോഷമാക്കാം. ഓരോ ഒരുക്കങ്ങളും ബ്യൂട്ടിക്കൊപ്പം. ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ ഫലം പുറത്തു വന്നപ്പോൾ NDA അവകാശവാദങ്ങൾ തകർന്നടിഞ്ഞു. എക്സിറ്റ് പോൾ ഫലങ്ങൾ ചീട്ടുകൊട്ടാരം പോലെ നിലംപൊത്തി. മോദിയുടെ മൂന്നാം ഭരണസൂചന നിലനിൽക്കുന്നെങ്കിലും ചരിത്ര മുന്നേറ്റം നടത്തി ഇന്ത്യ മുന്നണി. BJPക്ക് ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷമില്ല. ഹിന്ദി ഹൃദയഭൂമിയിൽ ഇന്ത്യ മുന്നണി നടത്തിയത് മിന്നുന്ന പ്രകടനം. UPയിൽ NDAയെ മറികടന്ന് ഇന്ത്യ. ഒരിടവേള പിന്നിൽ നിന്ന ശേഷം മുന്നേറിയ മോദിയുടെ ഭൂരിപക്ഷത്തിൽ വൻ ഇടിവ്. അയോധ്യ ഉൾപ്പെടുന്ന ഫൈസാബാദിൽ BJPക്ക് പരാജയഭീതി. സ്മൃതി ഇറാനി അമേഠിയിൽ വമ്പൻ തോൽവിയിലേക്ക്. റായ്ബറേലിയിലും വയനാടും രാഹുൽ ഗാന്ധി വൻ വിജയം കൊയ്യുന്നു. നിതീഷ് കുമാറിന്റെയും ചന്ദ്രബാബു നായിഡുവിന്റെയും നിലപാടുകൾ നിർണായകം. നിതീഷ് കുമാറിന് പ്രധാനമന്ത്രിയാകാൻ യോഗ്യതയുണ്ടെന്ന JDU. ആന്ധ്രയ്ക്ക് പ്രത്യേക പദവി വാഗ്ദാനം ചെയ്ത് കോൺഗ്രസ്. സംസ്ഥാനത്ത് UDF തരംഗം. ഇടത് കോട്ടകൾ തകർന്നടിഞ്ഞു. കണ്ണൂരിൽ KPCC പ്രസിഡന്റ് K സുധാകരന് ചരിത്ര വിജയം. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മണ്ഡലമായ ധർമ്മടത്ത അട്ടിമറി. സുധാകരന് 4000-ലേറെ വോട്ടിന്റെ ഭൂരിപക്ഷം. വയനാട് ഷാഫി പറമ്പിൽ, പാലക്കാട് VK ശ്രീകണ്ഠൻ, ചാലക്കുടിയിൽ ബെന്നി ബെഹന്നാൻ. ഇടത് മുന്നണിക്ക് ജനങ്ങൾ സമ്മാനിച്ചത് കനത്ത പ്രഹരം. വിജയിച്ച UDF സ്ഥാനാർത്ഥികൾക്കെല്ലാം വമ്പൻ ലീഡ്. 20-ൽ ഇടത് വിജയം. ആലത്തൂരിൽ മാത്രം 18 സീറ്റിൽ UDF വിജയമുന്നേറ്റം. തൃശൂരിൽ BJP. ആലത്തൂർ വീണ്ടും ചുവന്നു തുടുത്തു. UDF തരംഗത്തിലും വ്യക്തിപ്രഭാവത്തിലൂടെ മിന്നും വിജയം നേടി K രാധാകൃഷ്ണൻ. മന്ത്രി ഇനി MP. 2019-ൽ പാട്ടുംപാടി ജയിച്ച രമ്യ ഹരിദാസിനെ അട്ടിമറിച്ച് ചേലക്കര MLA. മണ്ഡലത്തിലെ 7 നിയമസഭാ മണ്ഡലത്തിലും രാധാകൃഷ്ണൻ ലീഡ. വടക്കാഞ്ചേരിയിൽ 614 വോട്ടിന്റെ ഭൂരിപക്ഷവുമായി രമ്യ. രാധാകൃഷ്ണന്റെ ഭൂരിപക്ഷം 20,000-ൽ താഴെ. കേരളത്തിൽ താമര വിരിഞ്ഞു. BJPക്ക് വലിയ ആവേശവും ഭാവി പ്രതീക്ഷകളും സമ്മാനിച്ച കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനം. തൃശൂരിൽ സുരേഷ് ഗോപിക്ക് ചരിത്ര വിജയം. 74,686 വോട്ടുകൾക്ക് ഇടതു മുന്നണിയിലെ മുൻമന്ത്രി അഡ്വക്കേറ്റ് VS സുനിൽകുമാറിനെ അട്ടിമറിച്ചു. കോൺഗ്രസിലെ K മുരളീധരന് വമ്പൻ പരാജയം. മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു. സുരേഷ് ഗോപിക്ക് 4,12,338 വോട്ട്. VS സുനിൽകുമാറിന് 3,37,652 വോട്ടും മുരളീധരന് 3,28,124 വോട്ടും ലഭിച്ചു. വരുന്ന 5 വർഷക്കാലം കേരളത്തിന്റെ മുഴുവൻ MP ആയി പ്രവർത്തിക്കുമെന്ന സുരേഷ് ഗോപി. ഗുരുവായൂരപ്പന് നന്ദി. ലൂർദ് മാതാവിന് പ്രണാമം. K മുരളീധരനെതിരെ വിമർശനം. ഇതുവരെ തനിക്ക് പ്രിയപ്പെട്ട ജ്യേഷ്ഠൻ, ഇനി K മുരളീധരൻ മാത്രം. ഇനി തൃശൂരിനെ തലയിൽ വെക്കും. നെറ്റിപ്പട്ടം കെട്ടി തിടമ്പേറ്റി നടക്കും. ആരെയും വഞ്ചിക്കാതെ ചതിക്കാതെ തൃശൂരിലുണ്ടാകുമെന്നും പ്രഖ്യാപനം. കൈപ്പറമ്പ് പഞ്ചായത്തിലെ 4-ാം വാർഡിൽ അക്കാദമിക് പ്രതിഭകൾക്ക് ആദരം. വാർഡ് വികസന സമിതിയുടെ നേതൃത്വത്തിലാണ് ആദരണ ചടങ്ങ് നടന്നത്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് ഉദ്ഘാടനം ചെയ്തു. സർക്കാർ ജീവനക്കാരുടെ ശമ്പളത്തിൽ നിന്ന് ജീവാനന്ദം പദ്ധതിയുടെ പേരിൽ പണം പിടിച്ചുപറി. സർക്കാർ നീക്കം ഉപേക്ഷിക്കണമെന്ന കേരള NGO അസോസിയേഷൻ. മെഡിക്കൽ കോളേജ് ബ്രാഞ്ച് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ നടത്തി. സംസ്ഥാനത്ത് ചരിത്ര മുന്നേറ്റത്തിന് തുടക്കം കുറിക്കുന്ന വലിയ വിജയമാണ് സുരേഷ് ഗോപി നേടിയതെന്ന BJP ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK അനീഷ് കുമാർ. വിജയം തദ്ദേശ സ്വയംഭരണ സ്ഥാപന തിരഞ്ഞെടുപ്പിലും നിയമസഭാ തിരഞ്ഞെടുപ്പിലും ആവർത്തിക്കുമെന്നും പ്രഖ്യാപനം. NDAക്കെതിരെ നടത്തുന്ന കുപ്രചരണങ്ങൾക്ക് ജനം നൽകിയ മറുപടിയാണിതെന്നും അവകാശവാദം. തൃശൂരിൽ BJPയുടെ ആഹ്ലാദ പ്രകടനം. പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടിയെ പീഡിപ്പിച്ചുവെന്നാരോപിച്ച് വടക്കാഞ്ചേരി പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ പ്രതികൾ കുറ്റവിമുക്തർ. 2 യുവാക്കളെ വെറുതെ വിട്ട വടക്കാഞ്ചേരി ഫാസ്റ്റ് ട്രാക്ക് പോക്സോ കോടതി. തിരുവില്ലാമല വടക്കാഞ്ചേരി പത്താങ്കൽ സ്വദേശികളെയാണ് കുറ്റവിമുക്തരാക്കിയത്. ആലത്തൂരിലെയും തൃശൂരിലെയും പരാജയങ്ങൾ കോൺഗ്രസും UDFും ഗൗരവമായി പഠിക്കുമെന്ന പ്രതിപക്ഷ നേതാവ് PD സതീശൻ. ആലത്തൂരിലുണ്ടായത് നോട്ടക്കുറവ് മൂലമുള്ള നേരിയ പരാജയം. തൃശൂരിലേത് പ്രതീക്ഷിക്കാത്ത ഫലം. ജനങ്ങൾ വിധിയെഴുതിയത് ഇടത് NDA സർക്കാരുകൾക്കെതിരെയെന്നും സതീശൻ. പരാജയം പഠിക്കുമെന്ന CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ജമാഅത്തെ ഇസ്ലാമി SDPI വിജയമെന്ന AK ബാലൻ.
സംസ്ഥാനത്ത് +1 ആദ്യ അലോട്ട്മെന്റ് പ്രസിദ്ധീകരിച്ചു. ബുധനാഴ്ച രാവിലെ 10 മുതൽ സ്കൂളുകളിൽ പ്രവേശനം നേടാം. വെള്ളിയാഴ്ച വൈകിട്ട് 5 വരെയാണ് സ്കൂളുകളിൽ ചേരാൻ സമയം. ട്രയൽ അലോട്ട്മെന്റിൽ ഉൾപ്പെട്ടത് 2,04,618 പേർ. ആദ്യ അലോട്ട്മെന്റ് ലഭിച്ചവർ ഫീസ് അടച്ച് നിർബന്ധമായും സ്ഥിരപ്രവേശനം നേടണമെന്ന് വിദ്യാഭ്യാസ വകുപ്പ്.